Good morning, students. Then next topic, multiplication of two matrices. Multiplication of two matrices. Then operations of matrix. Then third part എന്ന് പറയാം. Operations of matrix നമുക്ക് എന്തൊക്കെ ചെയ്യാനുള്ള? First one, addition of a matrix. Second one is matrix by multiplication of matrix by scalar method. Then third one is മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു മെട്രിക്സസ്. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു മെട്രിക്സസ് നോട്ടിൽ കുറിച്ച് വയ്ക്കുക. ദെൻ ദ മെട്രിക്സ് എ ബി ആർ സെഡ് ടു ബി കൺഫേമബിൾ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സും ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ദെൻ കണ്ടീഷൻ എന്ന് പറയുന്നത് വെൻ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ബി. എ എന്ന് പറയുന്ന മെട്രിക്സ്, അതായത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളവും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വെൻ ദ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ, ഞാനതൊരു ബ്രാക്കറ്റിൽ ദെൻ അതിങ്ങനെ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് കോളംസ് ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോളും നമ്പർ ഓഫ് റോസ് ഓഫ് ബി, ബിയുടെ റോയും ഈക്വൽ ആണെങ്കിൽ മെട്രിക്സ് ഈസ് കൺഫേമബിൾ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. Therefore, matrix 2/3 എന്ന് പറയുന്ന മെട്രിക്സും 3/2 എന്ന് പറയുന്ന മെട്രിക്സും, ഇത് എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ്, ഇത് ബി എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 2/3 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 2 റോയും 3 കോളും ഉണ്ടായിരിക്കും. ബി എന്ന് പറയുന്ന മെട്രിക്സിൽ 3/2 ആണ്. 3/2 എന്ന് പറയുമ്പോൾ 3 റോസും 2 കോളംസും ആണ് ഉണ്ടായിരിക്കാം. ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? അവിടെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഓഫ്, എപ്പോഴും മെട്രിക്സിൻ്റെ കോളം നമ്മൾ രണ്ടാമത് എഴുതാം, റോയാണ് ആദ്യം എഴുതാം, ഓർക്കണം അത്. അപ്പോൾ 2/3 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ, ഇത് റോയും 3 എന്ന് പറയുന്നത് കോളമാണ്. ഇവിടെ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 3/2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ബി. ദെൻ നെക്സ്റ്റ് 4/3 ഇൻറ്റു 3/4 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ഓഫ് ബി. ദെൻ ഇവിടെ 3/4ഉം 3/4ഉം ആണെങ്കിൽ ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം ഇതും ഈക്വൽ അല്ല. എന്നാൽ ഇവിടെ 4/3ഉം ഇത് 3/4ഉം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെട്രിക്സ് ഈസ് കൺഫേമബിൾ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഓർഡർ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ബി. 2 3 4 1 2 1 2 3 4 1 2 3 3 2 5. ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമ്പോൾ ഇതിൻ്റെ ഓർഡർ എത്രയാണ്? 1 2 3 3/2. ഇതിൻ്റെ ഓർഡറോ 3/3. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി നമുക്ക് 2/3 3/2 ഉള്ള ഒരു മെട്രിക്സ് എടുക്കണം. 2/3 എന്ന് പറയുമ്പോൾ 2 റോ, 2 റോയും 3 കോളും. ഇവിടെ 3 റോയും ഇതിൻ്റെ ഓർഡർ 2/3, ഇതിൻ്റെ ഓർഡർ 3/2. ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. നമ്പർ ഓഫ് കോളംസ് ഓഫ് എ is equal to number of rows of B, then matrix is conformable for multiplication. ഇനി നമുക്ക് ജസ്റ്റ് നിങ്ങൾക്കിത് എങ്ങനെയാണ് ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളം എണ്ണി നോക്കുക, സെയിം ടൈം സെക്കൻഡ് മെട്രിക്സിൻ്റെ റോ എണ്ണി നോക്കുക. അപ്പോൾ കോളം, ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളം സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ, simple question ഇടാം. Find the product of the matrices. Find
the product of find the product of matrix. അതിൽ A is equal to matrix 2 3 4 minus 1 2 minus 5 and B is equal to matrix 1 2 3 minus 4 minus 5 6. Find the product of matrices എന്ന് പറയുമ്പോൾ A into B കണ്ടുപിടിക്കണം. A into B എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ 1 2 3 കോളംസ് ആണ്. ഇവിടെയോ 1 2 3 റോസ് ആണ്. തീർച്ചയായിട്ടും ഈ മെട്രിക്സ് എന്ത് ചെയ്യാൻ പറ്റും? ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2/3ഉം ഇതിൻ്റെ ഓർഡർ 3/2 ആണ്. കണ്ടോ, ഇത് ഈക്വൽ ആണ് 3ഉം 3ഉം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ആദ്യം മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം? ദെൻ ആദ്യം ഫസ്റ്റ് ഇങ്ങനെയാണ് പറയുക, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഈസ് ദ ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ഈസ് ദ സെക്കൻഡ് എലമെൻറ്റ്, ദെൻ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു, സാവധാനം നോക്കാം നമുക്ക്, ഫസ്റ്റ് റോ ഒരു എലമെൻ്റ് എന്ന് പറയണത് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം എന്ന് പറയുന്നതാണ് ഒരൊറ്റ എലമെൻറ്റ്. അതായത് 2 into 1 പ്ലസ് 3 into 3 പ്ലസ് 4 into -5. ഇതൊരു എലമെൻറ്റേ ആവണുള്ളൂ. എങ്ങനെയാ? 2 into 1 പ്ലസ് 3 into 3 പ്ലസ് 4 into -5. ഫസ്റ്റ് റോ into first column is the first element. Clear ആയി? then അവിടെ ഇനി അപ്പോൾ ആദ്യത്തെ ഒരു റോ കൊണ്ട് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെൻറ്റ്. അതിൽ തന്നെ ഫസ്റ്റ് റോ ഓരോ റോ കൊണ്ടും ഓരോ കോളത്തിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അപ്പോൾ സെക്കൻഡ് കോളം സെക്കൻഡ് എലമെൻറ്റ് 2 into 2 plus 3 into -4 plus 4 into 6. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് കഴിഞ്ഞു. ആദ്യം ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു ആഡ് ചെയ്തു, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു ആഡ് ചെയ്തു. ഇപ്പോൾ ഇതിൽ 2 എലമെൻറ്റേ വരുള്ളൂ. കണ്ടോ? ദെൻ ഇനി സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം സെക്കൻഡ് റോ ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം സെക്കൻഡ് റോ സെക്കൻഡ് എലമെൻറ്റ്. ഇങ്ങനെയാണ് വരിക. അപ്പോൾ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ -1 into 1 പ്ലസ് 2 into 3 പ്ലസ് -5 into -5. അപ്പോൾ -1 into 1 2 into 3 -5 into -5. ദെൻ സെക്കൻഡ് റോ ഇവിടെ നമുക്ക് പറയാം സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം സെക്കൻഡ് റോ ഫസ്റ്റ് എലമെൻറ്റ്. നെക്സ്റ്റ് സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം -1 into 2 പ്ലസ് 2 into -4 പ്ലസ് -5 into 6. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക? മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം സെക്കൻഡ് എലമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് 2 കോളത്തെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ ഇവിടെ സെക്കൻഡ് റോ എടുക്കുമ്പോൾ സെക്കൻഡ് റോയിലേക്ക് നമ്മൾ വരണം. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ദെൻ നെക്സ്റ്റ് പ്രോസസ് 2 into 1 2 plus 3 into 3 9 plus 4 into -5 minus 20. No, 2 into 2 4 3 into -4 minus 12 4 into 6
plus 24. Then second row, minus 1 into 1 minus 1 plus 2 into 3 6 minus 5 into minus 5 plus 25. ഇനി ഇവിടെ minus 1 into 2 minus 2 minus 2 into minus 4 minus 8 minus 5 into 6 minus 13. 1 into 2 2 3 into 3 9 minus 5 into 4 minus 20 2 into 2 4 3 into minus 4 minus 12 4 into 6 24. Second row എടുക്കുക. minus 1 into 1 minus 1 2 into 3 6 minus 5 into minus 5 plus 25 minus 1 into 2 minus 2 2 into minus 4 minus 8 minus 5 into 6 minus 13. Therefore answer is 11 minus 20. 11 minus 20 minus 9. ഇനി ഇവിടെ 4 plus 24 28 28 minus 12 28 18 minus then 16. Okay, then next one is 25, then 6 minus 1 5 plus 30. എല്ലാം മൈനസ് ആണ്. minus 40 minus 40. Answer is minus 9 16 30 minus 40. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എത്രയായിട്ട് മാറി? 2/2. ഓർഡർ എങ്ങനെ കിട്ടും? ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് സാധാരണ ഇപ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് മാറ്റിയിരിക്കുകയാണ്. ദെൻ ഓർഡർ ഓഫ് മെട്രിക്സ് എ 2/3, ഓർഡർ ഓഫ് മെട്രിക്സ് ബി 3/2. ദെൻ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ഓഫ് എ ഇൻറ്റു ബി. എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 2 into 2 എടുത്താൽ മതി. 2/2 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളവും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും ഈക്വൽ ആണോ നോക്കാം. ഈക്വൽ ആണെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലെ രണ്ട് മെട്രിക്സുകളും തന്നിട്ട് ഫൈൻഡ് ദ ഓർഡർ ഓഫ് എ ഇൻറ്റു ബി എന്ന് പറയും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡറും ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡറും എഴുതി ഓർഡർ ഓഫ് എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റും ലാസ്റ്റും എടുത്താൽ മതി. 2 into 2 എന്ന് പറയുന്ന ഓർഡർ എടുത്താൽ മതി. എ ഇൻറ്റു ബിയുടെ ഓർഡർ എപ്പോഴേതായിരിക്കും? 2. എടുക്കാത്ത രണ്ട് ഫിഗേഴ്സ് നോക്കാം. ആദ്യം ഇത് കൺഫേം ചെയ്തു. എന്താ അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടിക്ക് ഇടാത്ത രണ്ട് നമ്പേഴ്സ് ഏതാ? 2/2 എന്ന് പറയുന്നതാണ്. ആ 2/2 എടുക്കാം. അപ്പോൾ മെട്രിക്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? കോളം നോക്കി റോസ് നോക്കി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ സെൻറ്റൻസ് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെൻറ്റ്. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റോ സെക്കൻഡ് എലമെൻറ്റ്. കഴിഞ്ഞു. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം സെക്കൻഡ് റോ ഫസ്റ്റ് എലമെൻറ്റ്. സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ദെൻ സെക്കൻഡ് റോ സെക്കൻഡ് എലമെൻറ്റ്. ദിസ് ആർ ടെക്നിക്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ്. ഇങ്ങനെയാണ് ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാം. ദെൻ അനദർ എക്സാമ്പിൾ, അനദർ പ്രോബ്ലം. Another problem. Find the product of the matrices. Find the product of matrices. First matrix A is equal to matrix 1 3 2 0 2 1 0 5 3. And B is equal to matrix 3 1 2
4 2 3 4 minus 1 1. Find A into B. Find the product എന്ന് പറയുമ്പോൾ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യണം. ഈ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ 3 ആണ്, ദെൻ ഓർഡർ 3 ആണ്. സ്ക്വയർ മെട്രിക്സുകൾ നമുക്ക് വേറെ കണ്ടീഷൻസ് ഒന്നും വേണ്ട, റോസും കോളംസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ മെട്രിക്സുകൾ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓർഡർ ഓഫ് 3/A ഇൻറ്റു ബി എന്ന് പറയുമ്പോഴും 3/3 തന്നെയായിരിക്കും നമുക്ക് അതിൻ്റെ ആൻസറും കിട്ടാം. ഇനി ഈ തന്നിരിക്കുന്ന മെട്രിക്സ് എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് എലമെൻറ്റ്, ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് എലമെൻറ്റ്. ഇങ്ങനെ ആ സെൻറ്റൻസിലൂടെയാണ് നമ്മൾ പോവാം. ദെൻ നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കാം. എ ഇൻറ്റു ബി, ഫസ്റ്റ് റോ into first column is the first row first element. First row into first column. First row എന്ന് പറയുമ്പോൾ 1 into 3 plus 3 into 4 plus 2 into 4. Clear ആയോ? 1 into 3 plus 3 into 4 plus 2 into 4. ഇനി അപ്പോൾ ഫസ്റ്റ് റോ into first column. First row into first column is the first element. In a first row into second column, 1 into 1 plus 3 into 2 plus 2 into minus 1. Clear? Now first row into second column. ഓരോ റോ കൊണ്ടും ഓരോ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. നെക്സ്റ്റ് 1 into 2 1 into 2 plus 3 into 3 plus 2 into 1. 2 into 1. First row complete ആയി. First row into first column, first row into second column, first row into third column. Then second row into first column, second row 0 into 3 plus 2 into 4 plus 1 into 4. ഇനി 0 second row into second column, second row into second column 0 into 1 plus 2 into 2 plus 1 into minus 1. 1 into minus 1. Next second row into third column 0 0 into 2 plus 2 into 3 plus 1 into 1. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം. സെക്കൻഡ് പ്രോസസ്സ് എന്ത് ചെയ്തു? സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം. തേർഡ് സ്റ്റെപ്പിലെ തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം. തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 0 into 3 plus 5 into 4 plus 3 into 4. 0 into 3 plus 5 into 4 plus 3 into 4. The next process, third row into second column, third row into second column 0 into 1 plus 5 into 2 plus 3 into minus 1. തേർഡ് എലമെൻ്റ് എന്ന് പറയുന്നത് 0 into 2 പ്ലസ് 5 into 3 പ്ലസ് 3 into 1. കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം സെക്കൻഡ് എലമെൻറ്റ്, ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം തേർഡ് എലമെൻറ്റ്. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, second row into second column, second row into third column, third row into first column, third row into second column, third row into third column. ഇനി ഫൈനലൈസ് ചെയ്യാം. എ പ്ലസ് ബിയിൽ
ഫൈനലൈസ് ചെയ്യുമ്പോൾ 1 into 3 3, 3 into 4 12, 2 into 4 8. The next one is 1 into 1 1, 3 into 2 6, 2 into minus 1 minus 2, 1 into 2 2, 3 into 3 9, 2 into 1 2. Second row 3 into 0 0, 2 into 4 8, 1 into 4 4, 4 into 2 8, 1 into 4 4. ഇവിടെ 0, 2 into 2 4, 1 into minus 1 minus 1, 0 6 plus 1, 0 20 plus 12. ഇവിടെ 0 10 minus 3, 0 plus 15 plus 3. Twenty plus 3 23. 23. 1 plus 6 7, 7 minus 2 5. 9 plus 2 11, 11 plus 2 13. Completed. Then next 8 plus 4 plus 0 12. 4 minus 1 3. 6 plus 1 7. 20 plus 12 32. 10 minus 3 7. 15 plus 3 okay. Order 3 by 3. Answer is 23 5 13 12 3 7 32 7 18. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ 2 മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കണ്ടീഷൻ ഒന്ന് ആലോചിക്കുക. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക? ഫസ്റ്റ് മെട്രിക്സും സെക്കൻഡ് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ നോക്കാം. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ബി. നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ബി. ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളം സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും ഈക്വൽ ആണെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാ സ്ക്വയർ മെട്രിക്സും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മൾട്ടിപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ദെൻ അവിടെ നമ്മൾ പറയണത് വേറൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡറും ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡറും തന്നു കഴിഞ്ഞാൽ ഫൈൻഡ് ദ ഓർഡർ ഓഫ് എ ഇൻറ്റു ബി എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞ പോലെ 2 into 3ഉം 3 into 2ഉം തന്നു കഴിഞ്ഞാൽ ഓൾറെഡി മെട്രിക്സ് കൺഫേമബിൾ ആണ്. ദെൻ ഓർഡർ ഓഫ് എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ അത് എടുക്കാത്ത 2 ഭാഗങ്ങൾ എടുക്കുക. 2 2 എന്ന് പറയുന്ന 2 പാർട്ട് എടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം സെക്കൻഡ് എലമെൻറ്റ്, ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം തേർഡ് എലമെൻറ്റ്, second row into first column, second row into second column, second row into third column, second row into first column, second row into second column, second row into third column. ഓരോ റോ കൊണ്ടും ഓരോ കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ പൊസിഷനിലുള്ള എലമെൻറ്റ്സ് ആണ് നമുക്ക് കിട്ടുക. തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം. ഫൈനൽ ആൻസർ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിന് ഇത്തരത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ധാരാളം പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. learn
let P is equal to matrix 0, 1, 2, 3. Q is equal to matrix -1, 2, 4, 3. And R is equal to matrix 2, -1, 6, 5. 6, 5. Find P into Q plus R and PQ plus PR. PQ plus PR. Hence prove P into Q plus R is equal to PQ plus PR. Question നോക്കാം. 0, 1, 2, 3, -1, 2, 4, 3, 2, -1, 6, 5. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നോക്കാം. ലെറ്റ് പി ഈസ് ഈക്വൽ ടു പി എന്ന് പറയുന്ന മെട്രിക്സും ക്യൂ എന്ന് പറയുന്ന മെട്രിക്സും ആർ എന്ന് പറയുന്ന മെട്രിക്സും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുന്നത് പി ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ആർ ആൻഡ് പി ക്യൂ പ്ലസ് പി ആർ. ഹെൻസ് പ്രൂവ് ദാറ്റ് പി ഇൻറ്റു ക്യൂ പ്ലസ് ആർ ഈസ് ഈക്വൽ ടു പി ക്യൂ പ്ലസ് പി ആർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പി ഇൻറ്റു ക്യൂ പ്ലസ് ആർ ആണ്. അപ്പോൾ പി എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ ഉണ്ട്, ക്യൂ പ്ലസ് ആർ കണ്ടുപിടിക്കണം. അപ്പോൾ പി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് അതേപോലെ എടുത്തെഴുതാം. 0, 1, 2, 3 ഇതാണ് പി. നെക്സ്റ്റ് ക്യൂ പ്ലസ് ആർ ഏതാണെന്ന് നോക്കാം. ക്യൂ പ്ലസ് ആർ എന്ന് പറയുന്ന മെട്രിക്സ് ക്യൂവും ആറും കൂടെ ആഡ് ചെയ്യണം. -1 + 2 ദറ്റ് ഈസ് 1. 2 + -1 2 + -1 1. 4 + 6 is equal to 10. 4 + 6. 3 + 5 8. പി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് ആൻസർ കിട്ടി. അതേസമയം പി എന്ന് പറയുന്നത് 0, 1, 2, 3. ക്യൂ പ്ലസ് ആർ എന്ന് പറയുന്നത് -1, 2, 1. 2 + -1 1. 4 + 6 is equal to 10. 3 + 5 is equal to 8. ഈ മെട്രിക്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ പി ഇൻറ്റു ക്യൂ പ്ലസ് ആർ. ഓർഡർ 2 ആണ്. Therefore P into Q plus R is conformable for matrix multiplication. Then matrix multiplication നമുക്കിത് conformable ആണ്. Then first row into first column is the first element. First row 0 into 1 plus 1 into 10. First row into first column. First row into second column 0 into 1 plus 1 into 8. Second row into first column 2 into 1 plus 3 into 10. ഇവിടെ 2 into 1 plus 3 into 8. Answer is 1. 0 into 1 0 plus 10 0 plus 8 2 plus 30 2 plus 24. Answer is 10 8 32 26. 10 8
32 ആൻഡ് 26. ഇതാണ് 10, 8, 32 ആൻഡ് 26. ഇതാണ് നമുക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. അതായത് P ഇൻറ്റു Q പ്ലസ് R. ഇവിടെ ആൻസർ എന്താ? P ഇൻറ്റു Q പ്ലസ് R എന്ന് പറയുന്നതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി 10, 8, 32, 26. അപ്പോൾ ദെൻ ഫസ്റ്റ് പാർട്ട് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. P ഇൻറ്റു Q പ്ലസ് R എന്ന് പറയുന്ന പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളോട് പറയുന്നത് P ഇൻറ്റു Q, PQ എന്ന് പറയുന്ന മാട്രിക്സ് കണ്ടുപിടിക്കണം. സെയിം ടൈം PR എന്ന് പറയുന്ന മാട്രിക്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് PQ പ്ലസ് PR കണ്ടുപിടിക്കണം. PQ പ്ലസ് PR കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ഇത് തന്നെയാണെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം? ഇത് പ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്കത് ആൻസർ എഴുതാനായിട്ട് പറ്റും. ഞാൻ ഈ ബോർഡൊന്ന് മാറ്റുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് പാർട്ടിലെ PQ പ്ലസ് PR. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, PQ പ്ലസ് PR. P ഇൻറ്റു Q കണ്ടുപിടിക്കണം. P ഇൻറ്റു Q എന്ന് പറയുന്നത് ഇതാണ് P എന്ന് പറയുന്നത്, ഇതാണ് Q. P ഇൻറ്റു Q ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു മൈനസ് 1, then 1 into 4, 2 into minus 1, first row into first column, first 0 into P into Q, first row into first column, 0 into minus 1 plus 1 into 4. Next 0 into 2 plus 1 into 3. Next second row into first column, 2 into minus 1 plus 3 into 4. 2 into 2 plus 3 into 3. Then minus 1, 0, minus 1 into 0, 1 into 4, 4, 0, plus 3, 2 into minus 1, minus 2, plus 12, 4, plus 9. Answer is 4, 3, 10, 30. PQ എന്ന് പറയുന്നതിൻ്റെ ആൻസറാണിത്. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് QR. ഇനി ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ P ഇൻറ്റു Q പ്ലസ് R, PQ കണ്ടുപിടിച്ചു. ഇനി P ഇൻറ്റു R ആണ് നെക്സ്റ്റ് പാർട്ട്. P ഇൻറ്റു R. P ഇൻറ്റു R എന്ന് പറയുമ്പോൾ P 0, 1, 2, 3. R എന്ന് പറയുന്നത് 2, minus 1, 6, 5. P into R. P into R. First row into first column. 0 into 2 plus 1 into 6. അപ്പോൾ P into R എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ into ഫസ്റ്റ് കോളം 0 into 2 plus 1 into 6. Then first row into second column 0 into minus 1 plus 1 into 5.
second row into first column 2 into 2 plus 3 into 6. Second row into second column 2 into 2 plus 3 into 6. Second row into second column 2 into minus 1 plus 3 into 5. Then 0 into 2, that is 0. 1 into 6, 6. 0 into minus 1, 0. 1 into 5, 5. 2 into 2, 4. 2 into 2, 4 plus 18. 2 into minus 1 minus 2 plus 15. 6, 5, 22. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. പി ഇൻറ്റു ആർ എന്ന് പറയുന്നതിൽ 6, 5, 22 ആൻഡ് 13. ദെൻ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ക്യു പ്ലസ് പി ആർ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ദെൻ ഫസ്റ്റ് പ്രോസസ്സിൽ പി ഇൻറ്റു ക്യൂ പ്ലസ് ആർ. പി ഇൻറ്റു ക്യൂ പ്ലസ് ആർ എന്ന് പറയുന്നതിൻ്റെ ആൻസർ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. പി ഇൻറ്റു ക്യൂ പ്ലസ് ആർ 10, 8, 32, 26. ദെൻ നെക്സ്റ്റ് ആൻഡ് പി ക്യൂ പ്ലസ് പി ആർ. പി ക്യൂ എന്ന് പറയുന്നത് പിയും ക്യൂവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. പിയും ക്യൂവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ പി ക്യൂ എന്ന് പറയുന്നതിൻ്റെ ആൻസർ 4, 3, 10, 13. ദെൻ പി ഇൻറ്റു ആർ 6, 5, 22, 13. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ക്യൂ പ്ലസ് പി ആർ ആണ്. പി ക്യൂ ഈസ് ഈക്വൽ ടു 4, 3, 10, 13. PQ. PR is equal to 6, 5, 22, 13. PQ plus PR. PQ plus PR is equal to 4 plus 6, 3 plus 5, 10 plus 22, 13 plus 13. 13. Answer is 10, 8, 32, 26. ഈ ആൻസർ തന്നെയാണ് നമുക്ക് എവിടെയും കിട്ടിയിരിക്കണേ. പി ഇൻറ്റു ക്യൂ പ്ലസ് ആറ് ചെയ്തപ്പോഴും നമുക്ക് 10, 8, 32, 26. 10, 8, 32, 26. ഹാൻസ് നമുക്കവിടെ എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റി? താഴെ നമുക്കൊരു സെൻറ്റൻസ് എഴുതാം. Hence, P into Q plus R is equal to PQ plus PR. P into Q plus R 10, 8, 32, 26 is equal to PQ plus PR 10, 8, 32, 26. ഇത് എങ്ങനെ ചെയ്തു നോക്കിയപ്പോഴും പി ക്യും പി ആറും ഈക്വൽ ആയിട്ടുണ്ട്. പി ക്യു പ്ലസ് പി ആറും പി ഇൻറ്റു ക്യൂ പ്ലസ് ആറും ഈക്വൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്കതിന് ആൻസർ കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഒരു ക്ലാസ്സും കൂടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ ട്രാൻസ്പോസൊക്കെ കണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. എങ്കിലും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് തറോ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. 3 പ്രോബ്ലംസാണ് നമ്മൾ സോൾവ് ചെയ്തത്. ഇനി ടുഡേയ്സ് ക്ലാസ്സിലെ
ചില എക്സസൈസ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ എക്സസൈസ് പ്രോബ്ലംസ് എല്ലാവരും തന്നെ സോൾവ് ചെയ്തിരിക്കണം. എല്ലാവരുടെ നോട്ട്ബുക്കിലും ഈ തന്നിരിക്കുന്ന എല്ലാ എക്സസൈസ് പ്രോബ്ലംസും സോൾവ് ചെയ്തിരിക്കണം. ദെൻ എക്സസൈസിലേക്ക് കടക്കാം. എക്സസൈസിലെ എക്സസൈസ് പ്രോബ്ലത്തിലെ ഫസ്റ്റ് വൺ, add matrices. Add matrices A and B. A is equal to matrix 2 minus 3 1 4 5 minus 7, and B is equal to 5 2 minus 2 1 7 minus 3. That is the first question. Second question, second one, add the matrix X and Y. X is equal to 2 minus 3 1 4 5 minus 7, and Y is equal to 5 2 minus 2 minus 1 minus 4 1. Find the sum of A and B. A is equal to 1 2 minus 1 0 3 2 1 minus 2. ഇത് ബി എന്ന് പറയുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Then fourth question, find the sum. A is equal to matrix 1 4 6 15 minus 12 3. B is equal to A and B. Then B is equal to 5 minus 6 11 minus 23 51 35. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എല്ലാ എക്സസൈസ് പ്രോബ്ലംസും ഇതിനെ തുടർന്ന് തന്നിരിക്കുന്ന എല്ലാം ചെയ്യാം. 3 4 എക്സസൈസ് ഞാൻ എഴുതി തന്നിട്ടുണ്ട്, അതെല്ലാം പകർത്തിയെടുക്കുക. ദെൻ ഫൈൻഡ് ദ ഡിഫറൻസ്. നെക്സ്റ്റ് വൺ ഈസ് find A minus B. A is equal to minus 11 30 28 43. B is equal to minus 6 18 22 minus 3.
find the difference. Then next interaction period മൾട്ടിപ്ലിക്കേഷനിലെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം. അപ്പോൾ അതുകൂടെ സോൾവ് ചെയ്യാം. ഏത് ബുക്കാണ് നിങ്ങൾ റെഫർ ചെയ്യണമെങ്കിൽ കൂടെ എല്ലാ ബുക്സിലും ഉണ്ടായിരിക്കുന്ന എല്ലാ എക്സസൈസ് പ്രോബ്ലംസും സോൾവ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നിങ്ങളെല്ലാവരും കംപ്ലീറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ താങ്ക് യു.